Hello students, welcome to Max class with your teacher. പേജ് നമ്പർ 14 എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡ്രോ ദ ഫസ്റ്റ് പിക്ചർ വിത്ത് ലെങ്സ് ആസ് ഷോൺ ആൻഡ് ദെൻ കളർ ഇറ്റ് ആസ് ഇൻ ദ സെക്കൻഡ് പിക്ചർ. അപ്പോൾ താഴെ തന്നിരിക്കുന്ന പിക്ചർ അതേ അളവോടുകൂടെ നിങ്ങൾ വരയ്ക്കുക. അപ്പം നിങ്ങൾക്ക് താഴെ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഒരു ബോക്സ് ഷേപ്പിലുള്ള ഒരു ഫിഗറാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ കുറച്ച് അളവുകളും തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ അളവുകളോട് തന്നെ അതുപോലെ തന്നെ നിങ്ങൾ ആ ഡയഗ്രാം വരയ്ക്കുക. അതിനുശേഷം കളർ ചെയ്യുക. ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മളോട് രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ഈ ഫിഗർ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഡ്രോ ദ ഫസ്റ്റ് പിക്ചർ വിത്ത് ലെങ്സ് ആസ് ഷോൺ ആൻഡ് ദെൻ കളർ ഇറ്റ് ആസ് ദ സെക്കൻഡ് പിക്ചർ. അപ്പം നിങ്ങളത് ആദ്യം ഇത് വരച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ആ പടം ഇവിടെ ഒന്ന് വരച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റെഫറൻസ് പിക്ചർ. ഈ രീതിയിലാണ് നമ്മളോട് വരയ്ക്കാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന പിക്ചർ ഇതാണ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കി, ഈ 3 സൈഡിൻ്റെ അളവ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. നമുക്ക് ഈ സൈഡ് വരയ്ക്കണം, ഇത് വരയ്ക്കണം, ഇതുണ്ട്, ഇത് ഈ രീതിയിലെല്ലാം നമുക്ക് വരയ്ക്കണം. ഇത് ആദ്യം വരയ്ക്കുന്നത് ഒരു റെക്റ്റാങ്കിൾ ആണ്. അതിനുശേഷം ഇവിടെ നോക്കുമ്പോൾ ഇവിടെ വേറൊരു റെക്റ്റാങ്കിൾ ഒരു പാരലോഗ്രാം ഷേപ്പിലാണ് അല്ലേ, പാരലോഗ്രാം ആണ്. ഇവിടെ നോക്കുമ്പോൾ വേറൊരു പാരലോഗ്രാം. അപ്പോൾ ഈ റെക്റ്റാങ്കിൾ വരയ്ക്കാൻ നമുക്കറിയാം എന്തൊക്കെ യൂസ് ചെയ്താൽ, സ്കെയിലും അതുപോലെ സെറ്റ് സ്ക്വയറും യൂസ് ചെയ്താൽ. ഇനി മുകളിൽ നോക്കുമ്പോൾ ഇതൊരു പാരലോഗ്രാം വരയ്ക്കാൻ നമുക്കറിയാം സ്കെയിലും സെറ്റ് സ്ക്വയറും. അതുപോലെ ഇതാണല്ലോ, ഇതും വേറൊരു പാരലോഗ്രാം. അപ്പോൾ സ്കെയിലും സെറ്റ് സ്ക്വയറും ഉപയോഗിച്ച് വരയ്ക്കേണ്ടത് മാത്രമേ നമുക്ക് ഈ ഫിഗറിലുള്ളൂ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ മെഷറാണ്. അതായത് 3 സൈഡിൻ്റെ മാത്രമേ നീളം നമുക്ക് തന്നിട്ടുള്ളൂ. ബാക്കി സൈഡുകളുടെ ഒക്കെ നീളം എത്രയാണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടുപിടിച്ച് ആദ്യം ഒന്ന് എഴുതണം. അതിനുശേഷം നമുക്ക് വരയ്ക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നോക്കിയേ, നമ്മൾ പറഞ്ഞു ഇതെന്താണ്, ഒരു റെക്റ്റാങ്കിളാണ്. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഒരു സൈഡ് 5 cm തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡും എത്ര തന്നെയായിരിക്കും? ആബ്സല്യൂട്ട്ലി ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയതുകൊണ്ട് ഈ സൈഡും 5 cm തന്നെയായിരിക്കും. അതുപോലെ റെക്റ്റാങ്കിളിൻ്റെ ഈ 2 സൈഡും ഈക്വൽ അല്ലേ. അപ്പോൾ ഇത് 3 ആണെങ്കിൽ ഇതും എത്ര തന്നെയായിരിക്കും? 3 ആയിരിക്കും. അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ ഈ മെഷർമെൻ്റ് എടുത്താണ് ആദ്യത്തെ റെക്റ്റാങ്കിൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് പാരലോഗ്രാം കിടക്കുന്നു. മുകളിൽ ഒരു പാരലോഗ്രാം. അപ്പോൾ പാരലോഗ്രാം നോക്കുകയാണെങ്കിൽ ഒരു സൈഡ് 2 ആണ്, ഒരു സൈഡ് 5 ആണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞായിരുന്നു. ഇവിടെയും എന്ത് തന്നെയാണ്, ഓപ്പോസിറ്റ് സൈഡുകൾ ഈക്വൽ ആണ്. അപ്പോൾ ഇത് 5 ആണെങ്കിൽ ഇതും ഈ സൈഡും എത്ര തന്നെയായിരിക്കും? 5 cm ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം 5 cm. ഇനി ഈ സൈഡ് 2 ആണെങ്കിൽ ഈ സൈഡും എത്ര തന്നെയായിരിക്കും? 2 cm. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ പാരലോഗ്രാം അവിടെ കഴിഞ്ഞു. ഇനി നോക്കി, മൂന്നാമത്തെ ഒരു പാരലോഗ്രാമും കൂടെ ഉള്ളൂ. ഈ പാരലോഗ്രാമിന്റെ സൈഡുകൾ എങ്ങനെയായിരിക്കും? ഒരു സൈഡ് 2ഉം ഒരു സൈഡ് 3ഉം ആണ്. ഈ സൈഡ് 3 ആണെങ്കിൽ ഈ സൈഡിന്റെ നീളം ഉറപ്പായിട്ട് എന്ത് തന്നെയായിരിക്കും? 3 ആയിരിക്കും. ഇനി ഈ സൈഡ് 2 ആണെങ്കിൽ ഈ സൈഡിന്റെ നീളം എത്ര തന്നെയായിരിക്കും? 2 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ റെക്റ്റാങ്കിളും പാരലോഗ്രാമും നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച്. അപ്പോൾ എല്ലാ സൈഡിന്റെ അളവ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് വരച്ചു തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്തെടുക്കണം? സ്കെയിൽ എടുക്കണം. അപ്പം ഇത്രയും നേരം നമ്മൾ സിംഗിളായിട്ട് വരച്ചൊരു റെക്റ്റാങ്കിള് പാരലോഗ്രാം ഒറ്റയ്ക്കായിരുന്നു വരച്ചത്. ഇതിന് ചേർന്നിരിക്കുന്ന ഒരു രൂപമാണ് ഇനി വരയ്ക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. ഇവിടെ എന്ത് മാത്രം ഉപയോഗിച്ചാൽ മതി? സ്കെയിലും സെറ്റ് സ്ക്വയറും മാത്രം ഉപയോഗിച്ച് നമുക്ക് നല്ല രീതിയിൽ ഈ പിക്ചർ വരയ്ക്കാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് ഈ പിക്ചർ വരയ്ക്കാം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ റെക്റ്റാങ്കിൾ, അതായത് ഈ ഒരു റെക്റ്റാങ്കിൾ നമുക്ക് വരച്ചു തുടങ്ങാം. ഈ റെക്റ്റാങ്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കിയേ, ഒരു സൈഡ് 5, ലെങ്ത് 5ഉം വിഡ്ത്ത് 3ഉം വരുന്ന പോലെ റെക്റ്റാങ്കിൾ ആദ്യം വരച്ചെടുക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ ഒരു 5 cm വരയ്ക്കണം. അപ്പം ആദ്യം നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പം ഇതേ 0 മുതൽ 5 വരെയുള്ള 5 cm ഞാനിവിടെ വരച്ചു. അപ്പം ഇത് ആദ്യത്തെ 5 cm ഞാനിവിടെ വരച്ചു കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി, സ്കെയിൽ ഉപയോഗിച്ച് ആദ്യത്തെ 5 cm വരച്ചു. ഇനി എന്തെടുക്കണം? ഇനി സെറ്റ് സ്ക്വയർ എടുക്കണം. അപ്പം നമുക്കത് റെക്റ്റാങ്കിൾ വയ്ക്കാൻ ഏതെങ്കിലും ഒരു സെറ്റ് സ്ക്വയർ എടുത്താൽ മതി. അപ്പം അതിൻ്റെ ഈ ആംഗിളാണ് വെക്കേണ്ടത് അല്ലേ. അപ്പോൾ ഈ ആംഗിള് ഞാൻ ഈ ലൈനിലൂടെ നേരെ ചേർത്ത് വെക്കുന്നു. അതിനുശേഷം ഇവിടുന്ന് എത്ര സെൻറ്റിമീറ്റർ എടുക്കണം? 3 cm. അപ്പോൾ ഇവിടെ മുതൽ 3 വരെ ഞാൻ എടുക്കുന്നു. അതിനുശേഷം ഇത് ജോയിൻ ചെയ്ത് വരയ്ക്കുന്നു. അപ്പം നമുക്ക് എന്ത് കിട്ടി? 3 cm മാർക്ക് ചെയ്യുന്നു. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ പകുതി ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇനി റെക്റ്റാങ്കിളിൻ്റെ ഈ ഭാഗം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ കൊണ്ട് സെറ്റ് സ്ക്വയർ വയ്ക്കുന്നു. സെറ്റ് സ്ക്വയർ വെച്ചതിന് ശേഷം ഈ ലൈനിന് നേരെ സെറ്റ് സ്ക്വയർ വെക്കണം. അതിനുശേഷം ഇതേ 3 cm അടയാളപ്പെടുത്തി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇതേ സെറ്റ് സ്ക്വയർ വെച്ച് നമ്മൾ ജോയിൻ ചെയ്യുന്നു.
സെറ്റ് സ്ക്വയർ വെച്ച് ജോയിൻ ചെയ്തു. നമുക്കിവിടെ 3 സെൻറ്റിമീറ്റേഴ്സ് കിട്ടി. ഇനി മുകളിലത്തെ 2 പോയിന്റും കൂടി ജോയിൻ ചെയ്താൽ നമ്മുടെ ഫസ്റ്റ് റെക്റ്റാങ്കിൾ അവിടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതേ ഈ റെക്റ്റാങ്കിൾ ജോയിൻ ചെയ്യാൻ കൃത്യം 5 സെൻറ്റിമീറ്റേഴ്സ് നമുക്ക് കിട്ടും. കൃത്യമായിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇത് കൃത്യം 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഇത് 5 സെൻറ്റിമീറ്റേഴ്സ് നമുക്ക് കിട്ടി. അങ്ങനെ നമ്മൾ ആദ്യത്തെ ഈ റെക്റ്റാങ്കിളിൻ്റെ ഭാഗം അവിടെ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ അടുത്ത് വരയ്ക്കാൻ പോകുന്നത് ഈ പാരലലോഗ്രാമാണ്. നോക്കിയേ, ഈ റെക്റ്റാങ്കിളിൻ്റെ മുകളിലായിട്ടാണ് ഈ പാരലലോഗ്രാം വരുന്നത്. അപ്പോൾ എന്ത് യൂസ് ചെയ്യണം നമ്മൾ? സെറ്റ് സ്ക്വയർ യൂസ് ചെയ്ത് വേണം വരയ്ക്കാൻ. അപ്പം നോക്കിയേ, ഇതിന് ഇച്ചിരി ചെരിവൊക്കെ കൂടുതലാണ് അല്ലേ? നമ്മൾ തന്നിരിക്കുന്നതിന് ചെരിവ് കൂടുതലാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ലോങ്ങർ സെറ്റ് സ്ക്വയറിൻ്റെ ഈ കോർണർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരയ്ക്കാം. ഇത് വെച്ച് വരയ്ക്കാം, ഈ ഭാഗം വെച്ച് വരയ്ക്കാം, അല്ലെങ്കിൽ ഈ സെറ്റ് സ്ക്വയറിൻ്റെ ഇത് വെച്ച് വേണമെങ്കിലും വരയ്ക്കാം. പക്ഷെ ഇവിടെ ഇച്ചിരി ചെരിവ് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നതുകൊണ്ട് ഞാൻ ഈ കോർണർ എടുത്ത് വരയ്ക്കുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് വരയ്ക്കാം, ഒരു കുഴപ്പമില്ല. പടത്തിന് ചെറിയൊരു വ്യത്യാസങ്ങൾ വരുമെന്നേ ഉള്ളൂ. അപ്പം നമുക്ക് ഈ കോർണർ എടുത്ത് നമുക്ക് വരയ്ക്കാം. അപ്പോൾ ഈ കോർണർ ഇത് ഞാൻ ഇവിടെ കൊണ്ട് വയ്ക്കണം. ഈ കോർണർ ഈ മൂല ഇവിടെ വരുന്നത് പോലെയും അതുപോലെ ഇവിടെയും ഈ മൂല വരുന്നത് പോലെയാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ പ്ലേസ് ചെയ്തു. പ്ലേസ് ചെയ്തിട്ട് നമുക്കറിയാം ഇവിടെ മെഷർമെൻ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ പെൻസിൽ വെച്ച് അതങ്ങ് നീട്ടി വരയ്ക്കുന്നു. നമ്മുടെ പഴയ മെത്തേഡ് തന്നെ, പാരലലോഗ്രാം വരച്ചുകൊണ്ടിരുന്ന പഴയ മെത്തേഡ് തന്നെ ഞാനിത് പെൻസിൽ വെച്ച് അതങ്ങ് നീട്ടി വിട്ടു. ഓക്കെ, അപ്പോൾ അതുപോലെ വളരെ എളുപ്പത്തിൽ ഇത് ഞാൻ നീട്ടി വിടുന്നു. ഈ ലൈനും സ്കെയിൽ ഉപയോഗിച്ച് ഞാനതങ്ങ് നീട്ടി വിടുന്നു. ഇവിടെയും അതേ അളവ് ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ വയ്ക്കുന്നു. ആ കോർണർ, സെയിം കോർണർ ഞാൻ ഇവിടെ വെച്ച് ഇതേ ലൈനിൽ വെച്ച് ഞാനിത് നീട്ടി വിടുന്നു. ഓക്കെ, നമുക്ക് വളരെ എളുപ്പത്തിൽ ഇവിടെ എത്ര സെൻറ്റിമീറ്റർ എടുക്കണം? 2 സെൻറ്റിമീറ്റേഴ്സ് എടുക്കണം. ഇവിടുന്നും 2 ആണ്, ഇവിടുന്നും 2 ആണ്. അപ്പോൾ ഞാനത് സ്കെയിലിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇവിടുന്ന് 2 എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കത് ചെയ്യാം. അപ്പോൾ ഇതേ സ്കെയിൽ ഉപയോഗിച്ച് 2 സെൻറ്റിമീറ്റേഴ്സ് കറക്റ്റായിട്ട് അളന്ന് നമുക്ക് വരയ്ക്കാനായിട്ട് സാധിച്ചു. 2 സെൻറ്റിമീറ്റേഴ്സ് കറക്റ്റായിട്ട് വരച്ചു. കറക്റ്റായിട്ടാണ് വരച്ചിരിക്കുന്നതെങ്കിൽ ഈ പോയിന്റ് ജോയിൻ ചെയ്യുമ്പോൾ കറക്റ്റ് എത്ര സെൻറ്റിമീറ്റേഴ്സ് വരും? 5 സെൻറ്റിമീറ്റേഴ്സ് വരും. അപ്പം നോക്കി നമുക്ക് കറക്റ്റായിട്ട് 5 സെൻറ്റിമീറ്റേഴ്സ് കിട്ടിയിട്ടുണ്ട്. നമ്മളതങ്ങ് ജോയിൻ ചെയ്യുന്നു. ഇനി ഈ പോയിന്റ് കൂടെ ജോയിൻ ചെയ്ത് നമ്മളൊരു ലൈൻ വരച്ചു. അപ്പം നോക്കി നമ്മൾ ഇത് നമുക്ക് കറക്റ്റായിട്ട് 5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പം നോക്കിയേ, നമുക്കിവിടെ വരയ്ക്കാനുണ്ടായിരുന്ന ആദ്യത്തെ റെക്റ്റാങ്കിൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇവിടുത്തെ പാരലലോഗ്രാം കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ എന്തും കൂടെ ഉള്ളൂ? ഇവിടെ ഈ 2 ലൈനും കൂടെ ഉള്ളൂ. ആ 2 ലൈൻ അവിടെ ഒരു പാരലലോഗ്രാമും കൂടെ ഫോം ചെയ്യും. അങ്ങനെ ഈ പടം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം നമ്മൾ അത് വരയ്ക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇവിടെ വീണ്ടും എന്ത് തന്നെ എടുക്കണം? സെറ്റ് സ്ക്വയർ എടുക്കണം. അപ്പം നമുക്ക് മനസ്സിലായി സെറ്റ് സ്ക്വയർ എടുക്കണം. സെറ്റ് സ്ക്വയർ എങ്ങനെ വയ്ക്കണം, ഏത് സെറ്റ് സ്ക്വയർ എടുക്കണം എന്നൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും അല്ലേ? അപ്പോൾ ഇവിടെ ഞാൻ ഈ സെറ്റ് സ്ക്വയർ തന്നെ എടുക്കുകയാണ്. എനിക്കിവിടെ വേണമെങ്കിൽ ഇത് വെച്ച് ചെയ്യാം. ഈ മൂല വെച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെരിഞ്ഞു പോകുന്നു. അതുകൊണ്ട് ഞാൻ ഈ സെയിം ഒരു ചെരിവ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു മൂല വെച്ച് തന്നെ ഞാനങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരയ്ക്കാമെങ്കിൽ ഞാനിത് വെച്ച് ഇത് തന്നെ വെച്ച് അങ്ങ് ചെയ്യുന്നു. ഞാനിത് ഇവിടെ വെച്ച് വേണം എനിക്കിത് മാർക്ക് ചെയ്യാൻ. അപ്പോൾ ഈ ലൈൻ നീട്ടി വിട്ടെങ്കിൽ മാത്രമേ എനിക്കത് അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ കറക്റ്റായിട്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ഈ ലൈന് നീട്ടി വിടുകയാണ്. കണ്ടോ, ഈ ലൈൻ അങ്ങ് നീട്ടി വിട്ടു. ഇനി എനിക്കത് പ്ലേസ് ചെയ്യാൻ വളരെ എളുപ്പമല്ലേ? ഇനി സെറ്റ് സ്ക്വയർ ഞാൻ അവിടെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റി. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഞാൻ ഈ ലൈൻ ഇതുപോലെ നീട്ടി വിടുന്നു. ലൈൻ നീട്ടി വിട്ട് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് എത്ര സെൻറ്റിമീറ്റേഴ്സ് എടുക്കണം? സ്കെയിലിൽ ഒരു 2 സെൻറ്റിമീറ്റേഴ്സ് എടുക്കണം. അപ്പം നമുക്കിതിനെ എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റായിട്ട് 2 സെൻറ്റിമീറ്റേഴ്സ് ഇവിടെ എടുത്തു. അപ്പോൾ സ്കെയിലിൽ 2 സെൻറ്റിമീറ്റേഴ്സ് എടുത്തു. ഇനി എന്ത് ചെയ്താൽ മതി? സ്കെയിൽ വെച്ച് അതങ്ങ് ജോയിൻ ചെയ്താൽ മതി അല്ലേ? സ്കെയിൽ വെച്ച് ജോയിൻ ചെയ്ത് കഴിയുമ്പം കറക്റ്റായിട്ട് ഇവിടെ മുതൽ ഇവിടെ വരെ എത്ര കിട്ടും നമുക്ക്? കറക്റ്റ് പിക്ചർ ആണെങ്കിൽ 3 കിട്ടും. അപ്പം നോക്കി കറക്റ്റായിട്ട് നമുക്ക് 3 വന്നിട്ടുണ്ട്. ഇത് വരച്ച് കഴിയുമ്പോഴത്തേനും എത്ര സെൻറ്റിമീറ്റർ ആയി? 3 സെൻറ്റിമീറ്റേഴ്സ് ആയി. അപ്പം നമ്മൾ പിക്ചർ വരച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇതുമായിട്ട് മാച്ചിങ് ആവുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു ഫിഗറൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും മെഷർമെൻ്റ് ഒക്കെ കറക്റ്റ് ആയിരുന്നു. മെഷർമെൻറ്റ് കറക്റ്റ് ആയില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറച്ച് ചെരിഞ്ഞൊക്കെ കൂടുതലൊക്കെ ഇരിക്കും. അപ്പം സെറ്റ് സ്ക്വയർ വെച്ച് വരയ്ക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം സൂക്ഷിച്ച് വരയ്ക്കണം. അപ്പം നമ്മളിവിടെ വരച്ചതൊരു റെക്റ്റാങ്കിൾ 2 പാരലലോഗ്രാം ആയിരുന്നു. അപ്പം നമുക്കത് ഓൾറെഡി വരയ്ക്കാൻ അറിയാം. നമ്മളത് സ്കെയിലിൻ്റെയും സെറ്റ് സ്ക്വയറിൻ്റെയും സഹായത്തോടെ വളരെ എളുപ്പത്തിൽ ഈ പിക്ചർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റി. നിങ്ങളുടെ അറിവിലേക്ക് ഒരു പുതിയ കാര്യം കൂടെ പറയുന്നു. നമ്മൾ സെറ്റ് സ്കെയിലും സെറ്റ് സ്ക്വയറും വെച്ച് വരയ്ക്കുന്ന പിക്ചേഴ്സിൻ്റെ പേരുകളും കൂടെ ഒന്ന് പഠിച്ചു പോകുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ഈ വരച്ച ഈ പിക്ചറിൻ്റെ പേരാണ് ക്യൂബോയിഡ്.
ക്യൂബോയിഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പം നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ അതിനെക്കുറിച്ച് പഠിക്കാനൊന്നുമില്ല, പേരും പഠിക്കാനില്ല. പക്ഷെ ജസ്റ്റ് നമ്മൾ വരച്ച ഈ പിക്ചറിന്റെ പേര് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ ടൈപ്പ് ഒരു ബോക്സ് പോലെ തോന്നുന്ന ഒരു ഫിഗർ ആണ് അല്ലേ. അപ്പം ഇതിനെയാണ് ക്യൂബോയിഡ് എന്ന് പറയുന്നത്. ഒരു 3D പിക്ചറാണ്. പേജ് നമ്പർ 14, തേർഡ് ക്വസ്റ്റ്യൻ, ഡ്രോ ദിസ് പിക്ചർ ബിലോ. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ ദിസ് പിക്ചർ. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഈ പിക്ചർ വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഇത് നമുക്ക് ഈ പിക്ചർ മാത്രമേ ഉള്ളൂ, എൻ്റെ മെഷർമെൻ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ടെക്സ്റ്റ് തന്നിരിക്കുന്നത് മെഷർ ചെയ്യുന്നു. ഈ സൈഡ് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് 3 സെൻറ്റിമീറ്റർ കിട്ടും, ഈ സൈഡും 3 സെൻറ്റിമീറ്റർ കിട്ടും. അതുപോലെ ബാക്കി സൈഡുകൾ നമ്മൾ മെഷർ ചെയ്ത് മെഷർമെൻറ്റുകളൊക്കെ എഴുതുന്നു. അപ്പോൾ ഇതേ ഞാൻ ടെക്സ്റ്റ് ബുക്കിലെ അതേ മെഷർമെൻ്റ് ആണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 4 സൈഡും 3 സെൻറ്റിമീറ്റേഴ്സ് കിട്ടി, ഇത് 2 സെൻറ്റിമീറ്റർ കിട്ടി, അങ്ങനെയാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് വരയ്ക്കേണ്ടത് എന്താണ്, എല്ലാ സൈഡും 3 സെൻറ്റിമീറ്റേഴ്സ് വരുന്ന 4 സൈഡഡ് ഫിഗർ. അതെന്താണ്, സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ വരച്ചത് റെക്റ്റാങ്കിൾ ആയിരുന്നു. ഇവിടെയാണ് നമുക്ക് ആദ്യം വരയ്ക്കേണ്ടത് ഒരു സ്ക്വയർ ആണ്. ഇനി നമുക്ക് ആദ്യം ഒരു സ്ക്വയർ വരയ്ക്കണം. ഇത് വരച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ എന്താണുള്ളത്, ഒരു സൈഡ് 3, ഒരു സൈഡ് 2, 3, 2. അതെന്താണ്, പാരലലോഗ്രാം ആണ്. അപ്പം നമുക്ക് ആദ്യം സ്ക്വയർ വരയ്ക്കുന്നു, ദെൻ പാരലലോഗ്രാം. അടുത്തത് ഇതും എന്ത് തന്നെയാണ്, 3, 2, 3, 2. ഇതും ഒരു പാരലലോഗ്രാം ആണ്. അപ്പം നമുക്ക് ഒരു സ്ക്വയറും 2 പാരലലോഗ്രാമുമാണ് ഇവിടെ വരയ്ക്കാനുള്ളത്. അപ്പം ഇത് വരയ്ക്കാനും എന്ത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, ആസ് യൂഷ്വൽ നിങ്ങൾ സ്കെയിലും സെറ്റ് സ്ക്വയറും തന്നെ യൂസ് ചെയ്താണ് നമ്മളിതും വരയ്ക്കുന്നത്. അപ്പം ഞാൻ ആദ്യം ഇതിനു വേണ്ടി എന്ത് ചെയ്യുന്നു, ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം സ്കെയിൽ എടുക്കുന്നു. സ്കെയിൽ എടുത്ത് എത്ര സെൻറ്റിമീറ്റർ വരയ്ക്കണം, 3 സെൻറ്റിമീറ്റർ. അവർ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു 3 സെൻറ്റിമീറ്റർ എടുത്താണ് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, 3 സെൻറ്റിമീറ്റർ വരയ്ക്കുന്നു. ഇനി എന്ത് ചെയ്യണം, 3 സെൻറ്റിമീറ്റർ വരച്ചിട്ട് 4 സൈഡും 3 സെൻറ്റിമീറ്റർ വരുന്ന സ്ക്വയർ വരയ്ക്കുക. അപ്പം അതിന് വേണ്ടിയിട്ട് എന്ത് തന്നെ വേണം, സെറ്റ് സ്ക്വയർ വേണം. സെറ്റ് സ്ക്വയർ പ്ലേസ് ചെയ്യുന്നു. വീണ്ടും ഈ ലെഫ്റ്റ് എൻഡിൽ ഈ പ്ലേസ് ചെയ്ത് നമ്മൾ 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പത്തിന്. അതുപോലെ ഇവിടെ ഞാൻ 3 സെൻറ്റിമീറ്റർ ഈ എൻഡിലും സെറ്റ് സ്ക്വയർ പ്ലേസ് ചെയ്ത് 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ സ്കെയിൽ വെച്ച് ജോയിൻ ചെയ്താലും കറക്റ്റാണ് കേട്ടോ. അപ്പം നോക്കി നമുക്ക് സ്കെയിലിൽ കറക്റ്റായിട്ട് 3 സെൻറ്റിമീറ്റേഴ്സ് വരും. അപ്പോൾ ഇതും 3 സെൻറ്റിമീറ്റേഴ്സ് വരച്ചു, ഇവിടെയും എന്ത് തന്നെ വരച്ചു, 3 സെൻറ്റിമീറ്റേഴ്സ് വരച്ചു. ഇനി നമ്മളിത് ജോയിൻ ചെയ്താൽ എന്ത് തന്നെ കിട്ടും, നമുക്ക് കറക്റ്റായിട്ട് 3 സെൻറ്റിമീറ്റേഴ്സ് ഇവിടെ വരും. അപ്പോൾ നമുക്ക് 3 സെൻറ്റിമീറ്റേഴ്സ് ഒന്ന് ജോയിൻ ചെയ്യാം. ഇപ്പം നോക്കി 4 സൈഡും 3 സെൻറ്റിമീറ്റേഴ്സ് വരുന്ന ഒരു സ്ക്വയർ നമ്മൾ ആദ്യം സ്ക്വയർ കംപ്ലീറ്റ് ചെയ്തു. എന്നെളുപ്പം അല്ലേ. ഇനി അടുത്തത് നമുക്ക് വരയ്ക്കേണ്ടത് ഈ പാരലലോഗ്രാം ആണ്. അപ്പോൾ പാരലലോഗ്രാം വരയ്ക്കാൻ എന്ത് തന്നെ വേണം, നമുക്കറിയാം സെറ്റ് സ്ക്വയർ വേണം, സ്കെയിലും വേണം. അപ്പോൾ നമ്മൾ ഇത് ഈ സൈഡാണ് വരയ്ക്കാൻ പോകുന്നത്. ഈ സൈഡ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സെറ്റ് സ്ക്വയർ എങ്ങനെ വയ്ക്കണം, ഇച്ചിരി ചെരിഞ്ഞ സൈഡല്ലേ, അതുകൊണ്ട് ഞാൻ ഇതങ്ങ് എടുക്കുക, ഈ ചെരിഞ്ഞ സൈഡ് എടുക്കുക. അപ്പോൾ ചെരിഞ്ഞ സൈഡ് ഇത് നേരെ ഇതുപോലെ ഈ ലൈനിന് നേരെ കൊണ്ട് വയ്ക്കുന്നു. അതിനുശേഷം ഇവിടെ മെഷർമെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെൻസിൽ ഉപയോഗിച്ച് അങ്ങ് നീട്ടിവിടുന്നു. അപ്പോൾ ഇത് ഞാനിതിവിടെ വെച്ച് പെൻസിൽ വെച്ച് നീട്ടിവിട്ടു. അതുപോലെ നമുക്ക് ഈ ലെങ്തും അങ്ങോട്ട് നീട്ടിവിടുന്നു. എന്നാലേ നമുക്ക് അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ വരച്ചു, അപ്പോൾ ഇതിവിടെ വരച്ചു, ഇച്ചിരി നീട്ടിവിട്ടിട്ട് ഇവിടെ അതുപോലെ തന്നെ നമ്മൾ ഈ സെറ്റ് സ്ക്വയർ പ്ലേസ് ചെയ്ത് ഈ നീളം നീട്ടിവിടുന്നു. നമുക്ക് ഇവിടെ എത്ര സെൻറ്റിമീറ്റേഴ്സ് ആണ് സ്കെയിലിൽ എടുക്കേണ്ടത്, 2 സെൻറ്റിമീറ്റേഴ്സ് അല്ലേ. പടത്തിൽ 2 ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2 സെൻറ്റിമീറ്റേഴ്സ് മാർക്ക് ചെയ്യുന്നു സ്കെയിലിൽ. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് 2 സെൻറ്റിമീറ്റർ എടുത്തു. 2 സെൻറ്റിമീറ്റർ എടുത്ത് കഴിയുമ്പോൾ ഇവിടെ എത്ര വരണം, 3 വരണം അല്ലേ. നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ ഈ സ്കെയിൽ ഈ എൻഡും ജോയിൻ ചെയ്യുന്ന പോലെ വെച്ച് കണ്ടോ, കറക്റ്റ് 3 സെൻറ്റിമീറ്റേഴ്സ് കിട്ടി. അതങ്ങ് ജോയിൻ ചെയ്തു. അപ്പം നമുക്ക് മെഷർമെൻറ്റ്സ് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം നമുക്ക് ഇത് നോക്കി അതങ്ങ് ചെയ്താൽ മതി. ഇപ്പോൾ 3 സെൻറ്റിമീറ്റേഴ്സ് വരുന്ന 3 സെൻറ്റിമീറ്റർ സൈഡ് വരുന്ന ഒരു സ്ക്വയർ നമ്മൾ വരച്ചു. അതിനുശേഷം 3, 2 സൈഡ് വരുന്ന പാരലലോഗ്രാമും നമ്മൾ വരച്ചു. ഇനി ഈ സൈഡിൽ ഒരു പാരലലോഗ്രാം ഉണ്ട്, അത് കംപ്ലീറ്റ് ചെയ്താൽ പോരെ. അതിനുവേണ്ടി വീണ്ടും എന്തെടുക്കണം, സെറ്റ് സ്ക്വയർ എടുക്കണം. സെറ്റ് സ്ക്വയർ എടുത്ത് എവിടെ വെക്കണം, അത് ആ കോൺ തന്നെയാണ് ഞാൻ എടുക്കുന്നത്, അതെടുത്ത് ഇവിടെ വെക്കണം, എന്നാലും ഈ ചെരിഞ്ഞ വരെ കിട്ടുള്ളൂ അല്ലേ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ എനിക്ക് വെക്കാൻ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യണം, ഈ സൈഡ് നീട്ടി വിട്ടെങ്കിൽ മാത്രമേ നമുക്കതവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഈ സൈഡ് ഞാൻ നീട്ടി വിട്ടു. അതിനുശേഷം ഈ സെറ്റ് സ്ക്വയർ എടുത്ത് നമുക്കിവിടെ പ്ലേസ് ചെയ്യാം. സെറ്റ് സ്ക്വയർ എടുത്ത് ഇതുപോലെ ഇവിടെ പ്ലേസ് ചെയ്യുന്നു. പ്ലേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ ഇതുപോലെ ഞാൻ വരച്ചെടുക്കുന്നു. സെറ്റ് സ്ക്വയർ ഇവിടെ പ്ലേസ് ചെയ്ത് ഞാൻ എടുത്തു. ഇവിടെ എനിക്ക് എത്ര എടുക്കാം, 2 സെൻറ്റിമീറ്റേഴ്സ് ഇവിടെ വരുന്നത് പോലെ നമുക്കിവിടെ എടുക്കണം. അപ്പോൾ 2 സെൻറ്റിമീറ്റേഴ്സ് നമുക്ക് എടുക്കാം സ്കെയിലിൽ.
അപ്പോൾ ഇത് ഞാൻ 2 സെൻറ്റിമീറ്റേഴ്സ് എടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ 2 പോയിന്റുകളൊന്ന് ജോയിൻ ചെയ്താൽ മതി. ഇത് കറക്റ്റായിട്ട് നമുക്ക് 3 സെൻറ്റിമീറ്റേഴ്സ് വരും. അപ്പം നോക്കിയാൽ നമുക്ക് 3 സെൻറ്റിമീറ്റേഴ്സ് വരുന്നുണ്ട്. നമ്മളത് ജോയിൻ ചെയ്തു. അപ്പം നമുക്ക് ആ ഫിഗർ കിട്ടും. അപ്പോൾ കറക്റ്റായിട്ട് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന പോലെ തന്നെ കറക്റ്റായിട്ടുള്ളൊരു ഫിഗർ കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നമുക്കിതിനെ വരയ്ക്കാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ എന്തൊക്കെ ഉപയോഗിച്ചാണ് ഇത് വരച്ചത്? സ്കെയിലും സെറ്റ് സ്ക്വയറും ഉപയോഗിച്ചാണ് നമ്മളിത് കംപ്ലീറ്റ് ചെയ്തത്. എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത ക്ലാസ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.